കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുക. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഞാൻ പിതാവിനെയും പുത്രനെയും കുറിച്ച് വ്യക്തമായ തെളിവുകൾ ദൈവവചനത്തിൽ നിന്ന് വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടിരിക്കുക. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് ഒരു 60% ആളുകൾക്കും അത് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഇപ്പോഴും അതിനെക്കുറിച്ച് സംസാരിക്കുന്ന 1-2 വ്യക്തികളുണ്ട്. ആ കൂട്ടത്തിൽ ഇടുക്കിയിലുള്ള ഒരു സഹോദരൻ, ഇനി പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല, ഇടുക്കിയിലുള്ള സഹോദരൻ കഴിഞ്ഞ ദിവസവും എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു. അപ്പോൾ ദൈവത്തിൽ നിന്ന് എനിക്ക് എന്തോ ശിക്ഷ വരാൻ പോണു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ. അത് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് ദൈവസ്നേഹം ഇല്ലെന്നുള്ളത് എനിക്ക് മനസ്സിലായി. നമ്മൾ തെളിവാണ്, വചനമാണല്ലോ നമുക്ക് തെളിവ്. ഇന്ന് ഞാൻ വായിക്കാൻ പോണത് 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യമാണ്. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കാം. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നതെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവം സ്നേഹം തന്നെ. അപ്പം എന്നെ വളരെ നാളുകൾക്ക് മുമ്പ് ചില ആളുകൾ എന്നെ ഗ്രൂപ്പിൽ നിന്നൊക്കെ റിമൂവ് ചെയ്തു. അപ്പോൾ അവരിൽ ദൈവസ്നേഹമില്ലല്ലോ. കാരണം ഞാൻ എന്തെങ്കിലും തെറ്റിലകപ്പെട്ടു പോയെങ്കിൽ ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്നത് എന്താണ്? ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീയരായ നിങ്ങൾ അല്ലേ, സൗമ്യതയുടെ ആത്മാവിൽ അവനെ യഥാസ്ഥാനപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇവരിലില്ലല്ലോ, അങ്ങനെ ഇവരിലില്ല. ഇന്ന് വരെങ്കിലും എന്നോടൊരു കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ ദുരുപദേശകനാണെന്ന് മാത്രം പറയുന്നു. പക്ഷേ ഞാൻ ദൈവസ്നേഹത്തിൽ അവരോട് വ്യക്തമായിട്ട് പിതാവിനെയും പുത്രനെയും കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ അവരോട് പറയുന്നു. വചനമെടുത്ത് തെളിവ് പറയുന്നു. എൻ്റേതല്ല, എൻ്റെ ബുദ്ധിക്കോ എൻ്റെ ജ്ഞാനത്തിനോ എൻ്റെ അറിവിനോ അല്ല പറഞ്ഞത്. വചനം എഴുതി വച്ചിരിക്കുന്ന വചനങ്ങൾ അതെടുത്ത് അതേപോലെ ഞാൻ പറയുകയാണ്. പക്ഷേ അത് അവർക്ക് എന്ത് ചെയ്യില്ല, വിശ്വസിക്കുന്നില്ല. വചനം വിശ്വസിക്കാതെ കണ്ട് അവരെ പഠിപ്പിച്ചു വെച്ച ഉപദേശം പറയുകയാണ്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ ബൈബിൾ കോളേജിൽ നിന്ന് വന്ന വിഷയമാണിത് നടക്കുന്നത്, അതെല്ലാവർക്കും അറിയാം. അപ്പം ഇവിടെ പറയുന്നത് എന്താണ്? ദൈവം സ്നേഹം തന്നെ. ദൈവം സ്നേഹം തന്നെ എന്നുള്ളത് പിന്നെ യേശു കർത്താവ് നമുക്ക് ഭൂമിയിൽ വന്ന് മാതൃക കാണിച്ചില്ലേ? ദൈവം സ്നേഹം തന്നെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് യേശു തന്നെ ദൈവമാണെന്ന് വിചാരിക്കരുത്. അതായത് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്ത് തികക്കാനാണ് ഞാൻ വന്നത്. ദൈവം എന്നെ അയച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പറഞ്ഞ മനസ്സിലായെന്നുള്ളൂ. അപ്പോൾ ആ വിഷയം നമ്മൾ അങ്ങനെ തന്നെ എടുക്കണം. അല്ലാതെ ദൈവം ചെയ്യാനുള്ള പ്രവൃത്തി ഇവിടെ വന്ന് യേശു ചെയ്തതുകൊണ്ട് യേശു ദൈവമാകുന്നില്ല. കാരണം യേശു ഒരിക്കലും പറഞ്ഞിട്ടുമില്ല ദൈവമാണെന്ന്. അതായത് പീലാത്തോസും മഹാപുരോഹിതനായ കയ്യപ്പാവും കൂടെ നിന്നുകൊണ്ട് ചോദിക്കുന്നു, നീ വന്യനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവോ എന്ന് ചോദിക്കുമ്പോൾ ഞാനാകുന്നു എന്ന് പറഞ്ഞു. ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു. അതെ, ഞാൻ ദൈവപുത്രനാണെന്ന് തന്നെയാണ് അതിൻ്റെ മറുപടി. അപ്പോൾ അവർ പറഞ്ഞു, അവർ ചോദിച്ചിരിക്കുന്ന വിഷയം എന്താണെന്ന് കൂടെ മനസ്സിലാക്കണം. നീ വന്യനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു, അതെ ഞാൻ തന്നെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉടനെ ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് സാക്ഷികളെ വേണ്ട. അതുകൊണ്ട് എന്ത് ചെയ്തു? അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ വസ്ത്രം വലിച്ചു കീറി. പറഞ്ഞ ദിവസം ഇതാണ് അവിടെ നടന്ന സംഭവം. അപ്പോൾ യേശു പീലാത്തോസിൻ്റെയും മഹാപുരോഹിതനായ കയ്യപ്പാവിൻ്റെയും മുമ്പിൽ പറഞ്ഞത് യേശു വന്യനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്നാണ് അവിടെ പറഞ്ഞത്. മത്തായി 16-ലും നമ്മൾ വായിച്ചാൽ കാണും, പരീശന്മാരും ശാസ്ത്രിമാരും എന്നെക്കുറിച്ച് എന്ത് പറയണമെന്ന് ശിഷ്യന്മാരോട് ചോദിച്ചു. ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ അപ്പോസ്തലന്മാർ പറഞ്ഞു, നീ ആ പ്രവാചകനും ഈ പ്രവാചകനും യോഹന്നാനെന്നും ഇരമ്യാവെന്നൊക്കെ പറയും. നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? ഉടനെ പത്രോസ് ചാടിക്കയറി പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ബർജോന ശീമോനെ നീ ഭാഗ്യവാനെന്ന് ആൻസറും കൊടുത്തു. എന്താ? അപ്പോൾ അവിടെ മറിച്ച് പറഞ്ഞില്ല. അപ്പോസ്തലന്മാരെ നുണ പഠിപ്പിക്കുകയായിരുന്ന, അപ്പോസ്തലന്മാരെ തെറ്റുപഠിപ്പിക്കുകയായിരുന്ന കർത്താവിൻ്റെ പണി. കർത്താവിൻ്റെ പണി അപ്പോസ്തലന്മാരെ നുണ പഠിപ്പിക്കുകയായിരുന്നോ? വചനത്തിന് വിരുദ്ധമായിട്ട് പഠിപ്പിക്കുകയായിരുന്നോ അപ്പോസ്തലന്മാരെ? അപ്പം നിങ്ങളാണ് ആ കർത്താവായ യേശുവിനെ അസത്യവാദിയാക്കുന്നത്. അവിടെ എല്ലാം പറഞ്ഞിരിക്കുന്ന അങ്ങനെ യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് വായിക്കാം. യോഹന്നാൻ സുവിശേഷം 20:31 യോഹന്നാൻ പറയുകയാണ്,
യേശുവിനെ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കേണ്ടതിന് വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുമെന്ന് ഇത് എഴുതി. യേശു പറഞ്ഞതുപോലെയാണ് അപ്പോസ്തലന്മാർ പറഞ്ഞത്. പിതാവ് ഇന്നത് പറയണമെന്ന് പറഞ്ഞു യേശുവിന് പറഞ്ഞു വിട്ടിരിക്കുക. അതല്ലേ യേശു ഇവിടെ വന്നിച്ച് പറയണത്. പിതാവ് ഇന്നത് പറയണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതാണ് പറയുന്നത്. എനിക്കല്ലാതെ സ്വതമേ ഒന്നും പറയാൻ പറ്റത്തില്ല, സ്വതമേ ഒന്നും ചെയ്യാനും കഴിയില്ല എന്നാണ് യേശു പറഞ്ഞത്. അപ്പം പിതാവ് അവിടുന്ന് പറഞ്ഞു വിട്ടിരിക്കുന്നതാണ് യേശു പറഞ്ഞത്. ഇനി യേശുവിന് സ്വതമേ ഒന്നും പറയാൻ പറ്റത്തില്ലെന്ന് വ്യക്തമായിട്ട് പറഞ്ഞാൽ യേശുവിന് സ്വതമേ ഒന്നും പറയാൻ പറ്റത്തില്ല. അതൊരു വലിയ വിഷയമാണ്. യേശു കർത്താവിൻ്റെ ഉള്ളിലെ വെച്ചിരിക്കുന്ന പിതാവിൻ്റെ ആത്മാവാണ്. യേശുവിന് വേറെ ആത്മാവില്ല. യേശു സ്വർഗത്തിലുള്ളവനാണ് ക്രിസ്തു. ആ ക്രിസ്തുവിൻ്റെ ഉള്ളിൽ ജനിച്ചിരിക്കുന്ന ആത്മാവ് പിതാവിൻ്റെ ആത്മാവാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ വന്ന് ജഡമെടുത്തിട്ടും ആത്മാവാണ് ജഡമായി തീർന്നത്. പറഞ്ഞത് മനസ്സിലാവുന്നുണ്ട്. അപ്പം ഇത് മനസ്സിലാക്കാൻ പോലും നമുക്ക് കഴിഞ്ഞില്ല. നമ്മൾ തർക്കിക്കാൻ പോകുന്നത് എന്തിനാണ്? നമ്മൾ പഠിക്കുക. അപ്പം ഇവിടെ ദൈവം സ്നേഹമാകും. ദൈവം സ്നേഹം തന്നെ. നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. എന്നെ എതിർക്കുന്ന എത്ര പേരുണ്ട്, എന്നെ അതും ഇതുമൊക്കെ പറയുന്ന എത്ര പേരുണ്ട്. അതന്നെയല്ലേ എന്നെ ഒരു ഗ്രൂപ്പിൽ നിന്നും, ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും പുറത്ത് എന്നെ തള്ളിക്കളഞ്ഞ പാർട്ടികളുണ്ട്. അവർക്ക് ദൈവസ്നേഹമുണ്ടോ? എന്നെ അവർക്ക് തിരുത്താൻ കഴിഞ്ഞില്ലല്ലോ. എന്നെ അവർക്ക് തിരുത്താൻ കഴിഞ്ഞില്ല. അവർ വചനം അനുസരിക്കാത്തവരാണ്. ഗലാത്യ ലേഖനം 6:1 വായിച്ചു നോക്കൂ. അവിടെ ഒരു മനുഷ്യനും വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീയരായ നിങ്ങൾ, അപ്പം അവർ ആത്മീയരല്ലെന്ന് മനസ്സിലായില്ലേ? എന്നെക്കുറിച്ച് മോശം പറയുന്ന ആ വ്യക്തികൾ, എന്നെ എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവെന്ന് പറഞ്ഞ വ്യക്തികൾ, എന്നെ ദുരുപദേശം എന്ന് വിളിച്ച വ്യക്തികൾ ഒരു വാക്കെങ്കിലും എന്നോട് പറയാൻ പാടില്ല. അങ്ങനെയല്ല ബ്രദറെ, ഇങ്ങനെയാണെന്നൊന്ന് പറയാൻ തിരുത്താൻ അവരെ കൊണ്ട് സാധിച്ചില്ലല്ലോ. അപ്പം അവർ ആരുടെ ആൾക്കാരാണ് വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. അവരിൽ ദൈവസ്നേഹമില്ല. ദൈവസ്നേഹമില്ലാത്തവരാണ് അവർ. ഇനി നമുക്കൊന്ന് നോക്കാം. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ഇവർ ജനിച്ചിട്ടുണ്ടോ? അതാണ് വിഷയം. ഇവർ ജനിച്ചിട്ടില്ല. ഒരിക്കലും ഇവർ ജനിച്ചിട്ടില്ല. വീണ്ടും ജന്മം പ്രാപിക്കാത്തവരാണ്. യേശു ദൈവമെന്ന് പറയുന്ന ആ വ്യക്തികൾ ഒരിക്കലും വീണ്ടും ജന്മം പ്രാപിച്ചില്ല. എന്താണെന്നറിയാവോ? പിതാവായ ദൈവം പറഞ്ഞു കൊടുത്ത കാര്യമാണ് യേശു വന്ന് ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. ആ ശിഷ്യന്മാർ മറ്റുള്ളവരോട് പറഞ്ഞെന്താണ്? യേശുവിനെ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കണം. വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവനുണ്ടാകണം. ജീവനുണ്ടാകണം. സ്വർഗത്തിൽ നിന്നുള്ള ദൈവത്തിൻ്റെ ജീവൻ. ദൈവത്തിൽ നിന്ന് ജനിച്ചാൽ നമുക്ക് ഉള്ളിൽ ജീവനുണ്ടാകും. അപ്പോൾ ഇവർ ദൈവത്തിൽ നിന്ന് ജനിച്ചിട്ടില്ല. കാരണം എന്താ? ഇവർ യേശുവിനെ ദൈവപുത്രനെന്ന് വിശ്വസിച്ചിട്ടില്ല. ഇവരെന്തോ ദുരുപദേശം കേട്ടാണ് ഇവർ വന്നത്. നമുക്ക് ഒരുത്തൻ്റെ പ്രവൃത്തി കണ്ടാണ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത്. പ്രവൃത്തി കണ്ടാണ്, അല്ല വേറൊന്നുമല്ല. അവരുടെ പ്രവൃത്തി കണ്ടാണ്. അവരുടെ ആ പ്രവൃത്തിയെ കണ്ട് നമ്മൾ വിശ്വസിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അവർ യേശു ദൈവപുത്രനാണെന്ന് പറയില്ല. അവരൊരിക്കലും യേശു ദൈവപുത്രനാണെന്ന് പറയാത്തത്രയും കാലം അവർ ജനിച്ചിട്ടില്ല. അവർ വീണ്ടും ജനിച്ചിട്ടില്ല. ഇനി 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ഈ ലോകത്തെ നമുക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ യേശു ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കണം. അവിടെ അങ്ങനെ എഴുതിയിരിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവർ മാത്രമേ ലോകത്തെ ജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവരെങ്ങനെ ജയിക്കും? ഇവർ ജയിക്കത്തില്ല. ഇവർ ആ വിശാലമായ വഴിയെ പോകും. കാരണം നമ്മൾ മനസ്സിലാക്കും, വചനം കൊണ്ടാണ്. വചനമാണ് വിഷയം. വചനമാണ് നമുക്ക് ആധാരം. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മഞ്ഞങ്ങളെയും വിടുവിക്കുന്നവരെ തുളച്ചിയിൽ നിന്ന് ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അവൻ്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. അപ്പോൾ നമുക്ക് വചനവുമായിട്ടാണ്, അവൻ്റെ വചനവുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. അപ്പോൾ വചനമാണ് നമുക്ക് ആധാരം. ആ വചനം നമ്മൾ അനുസരിക്കുന്നവരാണെങ്കിൽ മാത്രമേ നമുക്ക് ജീവനുണ്ടാകുന്നുള്ളൂ, നമ്മൾക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റുള്ളൂ. ഇവരങ്ങനെയുള്ളവരല്ല എന്ന് വ്യക്തമായിട്ട് തെളിയിക്കാൻ ഇനി നമുക്ക് 1-2 വാക്യങ്ങളോട് വായിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നു, ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന്. എങ്ങനെ? ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു. മനസ്സിലാക്കണം, ലോകത്തിലേക്ക് ദൈവപുത്രനെ അയച്ചത് ആരാണ്? പിതാവാണ്.
പിതാവ് നമ്മൾ അധർമ്മികളും അക്രമികളും അനുസരണം കെട്ടവരും മദ്യപാനികളും വെറിക്കൂത്തുകാരും വിഗ്രഹാരാധികളും ഒക്കെ ആയിട്ട് നടന്നപ്പോഴേ സ്വർഗീയ പിതാവ് സ്നേഹിച്ചത് കൊണ്ടാണ് നമ്മുടെ പാപത്തിൽ നിന്ന് മോചിക്കുവാൻ ക്രിസ്തു. അപ്പോൾ അവിടെ വ്യക്തമായിട്ട് ദൈവം തൻ്റെ ഏകജാതനായ പുത്രൻ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു. ആരയച്ചത്? പിതാവാണ് അയച്ചത് എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. അപ്പോൾ നമ്മൾ സ്നേഹിച്ചാരാണ്? ആ ദൈവത്തിൻ്റെ മഹാസ്നേഹം നമ്മൾ വിട്ടുകളയരുത്. ദൈവമില്ലെന്ന് പറയുന്നവരല്ലേ യേശു ദൈവമാണെന്ന് പറയുന്നത്? ദൈവമില്ലെന്ന് പറയുന്നതിന് തുല്യമാണ് യേശു ദൈവമാണെന്ന് പറയുന്നത്. പിതാവിനെ എടുത്ത് മാറ്റിയിട്ടല്ലേ പുത്രനെ അവിടെ എടുത്ത് വെക്കുന്നത്. അങ്ങനെ വെച്ചാൽ പിതാവ് അത് അംഗീകരിക്കുക, പുത്രൻ അംഗീകരിക്കുക ഒക്കെയില്ല. ഇവിടെ നോക്കൂ, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു, തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ ദൈവം അയച്ചത് കൊണ്ടാണ് നമുക്ക് രക്ഷ വന്നത്. അല്ലെങ്കിൽ നമുക്ക് രക്ഷ വരികയില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ പിതാവിനെ തള്ളിക്കളഞ്ഞാൽ ആര് രക്ഷപ്പെടുന്നു? ഇനി അത് പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ, കണ്ട എടുത്തെടുത്ത് പറയാൻ പ്രിയമുള്ളവർ, ഇത് അപ്പോസ്തലനായ യോഹന്നാനാണ് എഴുതുന്നത്. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാണ്. അപ്പോൾ എന്നെ ഈ എതിർക്കുന്നവരും എന്നെ മോശമായ വാക്ക് പറയുന്നവരും എന്നെ തള്ളിക്കളയുന്നവരും റിമൂവ് ചെയ്യുന്നവരും ഞാൻ ദുരുപദേശിയാണെന്ന് പറയുന്നതും ഞാൻ എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവാണെന്ന് പറയുന്നവരുമൊക്കെ അവർ ദൈവത്തിൽ ജനിച്ചവരാണോ? അവർക്ക് ദൈവസ്നേഹമുണ്ടോ? നമ്മളും സ്വയം പ്രവൃത്തി മൂലമാണ്. അപ്പോൾ ആരെയും വിധിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. മത്തായി 7 പറഞ്ഞിട്ടുണ്ട് ആരെയും വിധിക്കരുത്. റോമാലേഖനം 2-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് ആരെയും വിധിക്കരുത്. പിന്നെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ കണ്ണിലെ തടി എടുത്തു മാറ്റിയിട്ട് വേണം മറ്റൊരുത്തൻ്റെ കരടെടുക്കാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തുമാത്രം തടി കഷ്ണങ്ങൾ ഓരോരുത്തൻ്റെയും കണ്ണിലിരിക്കുന്നു. അത് മറച്ചു വെച്ചിട്ടല്ലേ മറ്റൊരുത്തൻ്റെ കരടെടുക്കാൻ നോക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നില്ല ഇതൊന്നും ദൈവവചനം വായിച്ച് നമ്മൾ ഗ്രഹിക്കുന്നില്ല. കാരണം എന്താ? ഒരു സംഘടന പഠിപ്പിച്ച് ബൈബിൾ കോളേജ് എന്ന് പറഞ്ഞതാണ് മുഴുവൻ ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബൈബിൾ കോളേജിൽ നിന്ന് വരുന്ന മൂന്ന് വർഷം അവിടെ പോയിരുന്നുണ്ട് ഏതാണ്ടൊക്കെ പഠിച്ചും വരുന്നവരാണ് ഇവർ ചെയ്യുന്നത്. അവരാണ് പാസ്റ്റർമാരായിട്ട് വന്നിരിക്കുന്നത്. ഇന്ന് ലോകം മുഴുവനും പാസ്റ്റർമാർ അവരാണ്. അപ്പോൾ പ്രിയപ്പെട്ടവർ, ഞാൻ അങ്ങനെ ഒരു ബൈബിൾ കോളേജിൽ പോയിട്ടില്ല. ഞാനിത് കർത്താവിൽ നിന്ന് പ്രാപിച്ചതാണ് ഈ പറയുന്നത്. കാരണം എനിക്ക് സത്യത്തിൽ നിൽക്കണമെന്നൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അവിടെ നിൽക്കട്ടെ, ഞാനൊരു കാര്യം പറയാം. ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാണ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ഇപ്പോൾ യേശു ദൈവമാണെന്ന് പറഞ്ഞാൽ ഇസ്രായേലിൽ എന്തുമാത്രം ജനങ്ങൾ കണ്ടു യേശുവിനെ? നമ്മളാരും കണ്ടിട്ടില്ല. എന്തുമാത്രം ആൾക്കാർ യേശുവിനെ കണ്ടു? ഈ കാണുന്ന യഹൂദന്മാരൊക്കെ അവിടെ നോക്കി നിന്നില്ല യേശുവിനെ അടിച്ചു കൊല്ലണതൊക്കെ, ക്രൂശിൽ കിടക്കുന്നതൊക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യോഹന്നാൻ ഇത് എഴുതി തെറ്റായിട്ട് വരികയില്ലേ? അപ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ തെറ്റെഴുതിയിട്ടില്ല, നിങ്ങൾ വിശ്വസിച്ചതാണ് തെറ്റ്. അപ്പോൾ ഇവിടെ പറയും, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, നാം അന്യോന്യം സ്നേഹിക്കുന്നു എങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ നിങ്ങളും എന്നെ സ്നേഹിക്കണം. അങ്ങനെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ ദൈവം നമ്മിൽ വസിക്കുന്നു എന്നുള്ള തെളിവ് വരുത്തുള്ളൂ. അവൻ്റെ സ്നേഹം നമ്മിൽ തികഞ്ഞുമിരിക്കുന്നു, നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നു എന്ന് അവൻ തൻ്റെ ആത്മാവിനെ തന്നതിനെ നാം അറിയുന്നു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നെങ്കിൽ മാത്രമേ, ആത്മാവിനെ അനുസരിച്ച് പോയെങ്കിൽ മാത്രമേ നമുക്കിത് മനസ്സിലാകത്തുള്ളൂ. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിക്ക് തരുന്നത് എന്തിനാണെന്ന് ആദ്യം മനസ്സിലാക്കണം. ആ വ്യക്തി കർത്താവിന് പ്രയോജനം ചെയ്യാനാണ്, അല്ലെങ്കിൽ പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ്. പിതാവ് ആഗ്രഹിച്ചിരിക്കുന്നത് പോലെ അവൻ നടക്കുവാൻ വേണ്ടിയിട്ടാണ് അവൻ ആത്മാവിനെ കൊടുത്തത്. ആ ആത്മാവിനെ തന്നൊരു വ്യക്തി ലോകത്തിൽ പോയി കാശുണ്ടാക്കി വെച്ച് ഞായറാഴ്ച വന്ന് പ്രബോധിപ്പിക്കുന്നത് തെറ്റല്ലേ? ഒരിക്കലും അത് തെറ്റാണ്. കാരണം ആത്മാവുള്ളൊരു വ്യക്തി വിശ്വാസത്താൽ ജീവിക്കണം. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നുണ്ട്.
ഞാൻ കഴിഞ്ഞ 10-20 വർഷമായിട്ട് ഞാൻ വിശ്വാസം ജീവിക്കുന്നൊരു വ്യക്തിയാണ്. 5 പൈസയുടെ വരുമാനം ഇല്ല. മുകളിലോട്ട് നോക്കിയാൽ ആകാശം, താഴെ നോക്കിയാൽ ഭൂമി, ഒരു വരുമാനവും ഇല്ല. 3 മക്കളുണ്ട്. അവരിൽ നിന്നും ഇപ്പോൾ ഒരു വരുമാനവും ആയിട്ടില്ല. ഞാൻ വളരെ എന്നെ കണ്ടാൽ തോന്നും പേരക്കുട്ടികളൊക്കെ ഉണ്ടാകുമെന്ന്. പക്ഷേ ഞാൻ ഒരുപാട് ലാസ്റ്റാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ എൻ്റെ മകന്, മൂത്ത മകൻ ഇപ്പോൾ ഒരു ചെറിയ പണിക്കാണ് പോകുന്നത്. അവൻ ഇതുവരെ ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഇത് എവിടുന്ന് കഴിക്കുന്നു? എവിടുന്നാണ് നമ്മുടെ കാര്യം നടക്കുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഞങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് ഞങ്ങൾക്ക് ദശാംശ സ്വതന്ത്ര കാഴ്ച ഒന്നും നമുക്ക് ഇല്ല. അത് ഉണ്ടായ സമയത്ത് പോലും എടുത്തിട്ടില്ല. ഇന്ന് അതൊന്നും ഇല്ലാതെ വിശ്വാസം ജീവിക്കുക. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്താണ്? രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പണം വിട്ടേച്ചും വന്ന ഒരാളാണ്. നല്ലൊരു തൊഴിലുണ്ടായിരുന്ന വ്യക്തിയാണ്. അതെല്ലാം വിട്ടേച്ചും വന്ന് വേറൊരു തൊഴിലും അറിയാൻ പോലെ ഞാൻ വിശ്വാസത്താൽ ജീവിക്കണം. കർത്താവിനെ പ്രയോജനമുള്ളവനായി തീരണം. ദൈവത്തെ മഹത്വപ്പെടുത്തണം. എനിക്ക് ദൈവരാജ്യത്തിലെത്തണം. അത് യേശുവിനെ ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ രക്ഷപ്പെടൂ എന്നുള്ളത് എനിക്കറിയാം. യേശുവിനെ ഫോളോ ചെയ്യണം. യേശുവിനെ ഇവിടെ നമ്മൾ വിശ്വസിക്കേണ്ട രീതിയിൽ വിശ്വസിക്കണം. യേശു ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്നുള്ളത് വിശ്വാസം നമുക്കുണ്ടെങ്കിലേ എനിക്ക് ജീവൻ ഉണ്ടാകത്തുള്ളൂ. യേശുവിനെ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് വിശ്വസിച്ചെങ്കിൽ ഈ ലോകത്തെ എനിക്ക് ജയിക്കാൻ പറ്റുള്ളൂ. കാരണം ലോകത്തെ ജയിച്ചത് യേശുവാണ്. പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് ഈ വചനത്തിൽ നിന്ന് വെളിപ്പെടുത്തി തന്നു. ഞാൻ സത്യത്തിന് വേണ്ടി നിൽക്കാൻ വേണ്ടി ദൈവത്തോട് ഞാൻ യാചിച്ചു. ഞാനൊരു സംഘടനാ ചർച്ചിലായിരുന്നു. സംഘടനാ ചർച്ചിൽ നിന്ന് ഞാൻ ഇറങ്ങി ഒറ്റയ്ക്കിരുന്ന് ഞാൻ പ്രാപിക്കാൻ തുടങ്ങി. 10-13 വർഷം പഠിക്കുവാനിടയായി. 13 വർഷം പഠിക്കാനിടയായപ്പോൾ ദൈവം എനിക്ക് വെളിപ്പെടുത്തുന്ന കാര്യമാണ്. അത് വചനത്തിലില്ലാത്തൊരു കാര്യം ഞാൻ പറയുകയില്ല. ഈ പറഞ്ഞ കൂട്ടത്തിൽ എന്തെങ്കിലും വചനത്തിന് വിരുദ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. മാന്യമായി ചോദിച്ചാൽ ദുരുപദേശം എന്ന് വിളിക്കാതെ കണ്ട് മാന്യമായി ചോദിച്ചാൽ മാന്യമായിട്ട് ഉത്തരം പറയും. പറഞ്ഞു മനസ്സിലായി? എന്ന് പറഞ്ഞാൽ എന്നെ ദുരുപദേശം എന്ന മറ്റു ഒരു രീതിയിലുള്ള പേരിട്ട് വിളിച്ച് ഞാൻ വിളിക്കുകയില്ല. അത് നിങ്ങൾ എന്നിൽ നിന്ന് കിട്ടുമെന്ന് ഓർക്കുകയും വേണ്ട. അത് ഇപ്പോഴും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇത് നമ്മൾക്ക് ഒരുമിച്ച് കർത്താവിന് പ്രാപിച്ച് കർത്താവിൻ്റെ വരവിൽ പോകുവാനായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാതെ ഈ ഭൂമിയിൽ എന്തെങ്കിലും ഉണ്ടാക്കുന്ന വിഷയമല്ല. നിങ്ങൾക്കൊക്കെ പരിശുദ്ധാത്മാവ് ഉള്ളവരാണ്. നിങ്ങൾക്ക് സകല ജോലിയും വിട്ടിട്ട് എല്ലാം വിട്ടേച്ച് നിങ്ങൾ കർത്താവിൻ്റെ വേലക്കാട്ട് 4 ഭിത്തിക്കുള്ളിൽ വീട്ടിൽ നിന്ന് പ്രസംഗിക്കുന്ന പണിയല്ല നോക്കേണ്ടത്. അതെല്ലാം വിട്ടിട്ട് പോകണം. വിട്ടിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങണം. എന്തുകൊണ്ടാണ് തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? 2 തിമോത്തി 2:20 വാക്യം എന്താണെന്ന് നോക്കൂ. നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക. 2 തിമോത്തി 2:20 നോക്ക്. എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളവയും ഉണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് നിങ്ങളൊന്ന് വായിച്ചിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ ഈ ലോകത്തിലെ ജോലിയും ചെയ്ത് കർത്താവിൻ്റെ വേലയും ചെയ്യാനാണ് കർത്താവ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. നിങ്ങളവിടെ ഒന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ട് നിങ്ങളൊന്ന് പറ. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അടുത്ത വീഡിയോക്ക് ഞാൻ ഇതിൻ്റെ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് നിങ്ങളോട് വെളിപ്പെടുത്തും. കർത്താവ് നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവസ്നേഹത്തിൽ ഞാൻ പറയുന്നു, നമ്മൾ തമ്മിൽ സ്നേഹിച്ചെങ്കിൽ മാത്രമേ നമുക്കിതറിയാൻ പറ്റത്തുള്ളൂ. എന്താ കർത്താവ് പറഞ്ഞത്? തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു പറഞ്ഞെന്താണ്? നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നുവെങ്കിൽ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഈ വാക്ക് നിങ്ങളൊന്ന് ഏറ്റെടുക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും.